ഹായ് നമസ്കാരം, അഭിലാഷ് ആട്ടയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. ഒപ്പം നമ്മുടെ അലിൻ ജോസ് പെരേരയുണ്ട്. നമസ്കാരം, പേരൊക്കെ ഒന്ന് പറഞ്ഞ്. ഹലോ, പേരൊക്കെ? അനു, മാവേലിക്കര. അപ്പോൾ എന്തായാലും അനു റീൽസൊക്കെ ചെയ്തിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആക്ടിങ്ങിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ അതുപോലെ തന്നെ എന്തോ പ്രോഗ്രാംസൊക്കെ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തായിരുന്നു അത്? അത് നമ്മൾ ദേവനൃത്തം ചെയ്യുന്നുണ്ടല്ലേ? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ? ഓ ശരി ശരി. അപ്പൊ എന്നാലും ഇപ്പൊ സീസൺ അല്ല, സീസൺ ഉള്ളപ്പോഴൊക്കെയോ എന്തായാലും വളർന്നു വരട്ടെ. ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്. അത് എന്റെ കാരണം കൊണ്ടല്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു നിമിത്തം എന്ന് പറയാം അല്ലേ? ഞങ്ങൾ മിമിക്രി കണ്ടിട്ട് എങ്ങനെയുണ്ട് അല്ലേ? നമ്മുടെ പാലിസ്ന അതാണ് അതിൻ്റെ മോനെ. എന്ത് പറയാനാണ്, നമ്മൾ അനിക്കുട്ടിയുടെ ചിരി കണ്ടില്ലേ? ശോഭനക്കുട്ടി മാറി നിൽക്കുന്ന ചിരിയാണ്. ആ പല്ല് കണ്ടു കഴിഞ്ഞാൽ ഉർവശീനെ പോലെ തന്നെ വന്നു. പിന്നെ ആ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സിൽക്ക് സിനിമ മാറി നിൽക്കും. എന്ത് മൊഞ്ചാണെന്നറിയോ അല്ലേ? പിന്നെ നമ്മുടെ ജനാർദ്ദൻ ചേർന്നാണെങ്കിൽ നമസ്കാരം ഉണ്ട്, എന്ത് രസമാണെന്നറിയൂ. ആ കുട്ടിയുടെ ചിരി കണ്ടാ അറിയാം, ഈ വർഷത്തെ ഏറ്റവും വലിയ നടിക്കുള്ള അവാർഡ് കുട്ടിക്കാ. എന്ത് ഭംഗിയാ, ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമായിരുന്നു. റീൽസ് ഒക്കെ ചെയ്തു അല്ലേ? പെരേരയുടെ കൂടെ റീൽസ് ചെയ്തു. ബിരിയാണി കഴിച്ചു. ഇത്ര സമയം നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യം. അല്ല, ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചടെന്ന് പറയാം. അതെ അതെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല, ഒരു ചെറിയൊരു കാര്യം ചോദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കള് കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പേരെന്ന് ഞാൻ പറയുന്നില്ല. അവള് ഒരു ആണായി മാറി ലേഡി. അപ്പൊ ഞാൻ അവളെ എന്താ പറയാ, എന്താ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് വിളിച്ചപ്പോൾ പുള്ളി ചൂടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഞാൻ പറയുന്നില്ല, പേര് വിളിച്ചപ്പോൾ ചൂടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത് ആണായി മാറി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതുപോലെ എൻ്റെ ഫ്രണ്ടാണ് ആ ലേഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പേര് വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇഷ്ടം കൊണ്ടാണോ അതിങ്ങനെ ആവുന്നതുകൊണ്ടാണോ? അല്ല, ഞങ്ങൾക്ക് ദൈവികമായിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഇഷ്ടം കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയല്ലേ? ഇതില് നമ്മുടെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വരുമ്പോൾ? എനിക്ക് ആദ്യ കാലങ്ങളൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ അമ്മയും എതിർത്തിട്ടില്ല. എന്റെ സഹോദരിമാരൊക്കെ എല്ലാവർക്കും അളിയന്മാരിൽ ഒരാള് ഒരു പരിഹാസം അളിയാൻ ചെറിയതുണ്ടായിരുന്നു, അല്പം മാറി. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, കൂടുതലായിട്ട് ഞങ്ങള് മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ജയസൂര്യ ചേട്ടൻ്റെ കണ്ടായിരുന്നു. ഞാൻ മേരിക്കുട്ടി. അതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നി. നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞൊരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു വികൃതികൾ, ഒരു സൃഷ്ടിയാണ് അതൊക്കെ എന്ന് തന്നെ പറയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. എന്തായാലും എന്താ പറയാ, ഇങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ നമ്മളെ തള്ളി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തള്ളി പറഞ്ഞവര് നമ്മുടെ മുന്നിൽ വരും. അപ്പൊ അനു നാളെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ തള്ളി പറഞ്ഞ ആരും ആയിക്കോട്ടെ അത് അനുവിനെ തേടി വരും. എന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എന്റെ സ്വന്തക്കാരിയാണ്, എന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു വരും അല്ലേ? എന്തായാലും സന്തോഷം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലേ? മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മേക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, സ്കൂളിലെ മേക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്തായാലും സങ്കടം തോന്നിയ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതായത് ഇങ്ങനെ എന്തെങ്കിലും, അതായത് കളിയാക്കൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ എന്നെ കളിയാക്കുന്നുണ്ട് മുടിയെ കുറിച്ച്. മുടി വെട്ടാത്തവൻ, കുളിക്കാത്തവൻ, കരടി കളിയാക്കിണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് ചാന്തപൊട്ട് സിനിമ കണ്ടപ്പോൾ ദിലീപേണ്ട ഒരു സീനുണ്ട്. ദിലീപേണ്ട അമ്മ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ സീനുണ്ട് ദിലീപേണ്ട. സത്യം പറഞ്ഞാൽ നമ്മൾ സങ്കടം വരും ആ സീനൊക്കെ കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലും കാണും. കാരണം ചെറുപ്പത്തിലെ ചിലർ പറയണെന്ന് പറഞ്ഞാൽ അമ്മയച്ഛനെ ലാളിക്കുമ്പോൾ ആൺകൊച്ചിനെ പെങ്കൊച്ച് ഉണ്ടാവാൻ ആഗ്രഹിച്ചിട്ട് ആൺകുട്ടി ഉണ്ടാകുമ്പോൾ ലാളിക്കുമല്ലോ, അങ്ങനെയും പറയുന്നുണ്ട്. അത് നേരാണോ? അത് അങ്ങനെയുമുണ്ട്, കുറച്ച് പേര് പറയുന്നുണ്ട്. എന്നാലും വിഷമതകളൊക്കെ മറന്ന് മുന്നോട്ട് തീർച്ചയായിട്ടും. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വരി പാട്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു അനുഭവം ഉണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളെ സ്ത്രീകളെ ബഹുമാനമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിനിടെ ഒരു ലേഡി ആർട്ടിസ്റ്റ്
അതായത് ആ ലേഡി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അതായത് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു മോശമായ രീതിയിൽ പെരുമാറി ലേഡി ആർട്ടിസ്റ്റിനോട്. കാരണം ഞങ്ങളുടെ വാൻ ഇങ്ങനെ വന്ന സമയത്ത് ആ ലേഡി ജംഗ്ഷനിൽ നിന്ന് കയറുന്ന, അപ്പോൾ ലേഡി ഒറ്റയ്ക്കാണ് നിന്ന്. ഒറ്റയ്ക്ക് നിന്നപ്പോൾ പുള്ളി വേറെ തെറ്റിദ്ധരിച്ച് വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഷൂട്ടാണെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടില്ല. അപ്പോൾ ഭയങ്കര വിവാദമായി കഴിഞ്ഞ് ഏറ്റവും അവസാനമുണ്ടല്ലോ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളെപ്പോലുള്ള സഹോദരിമാർ ഓടി വന്നിട്ട് അവനിട്ട് തല്ലുക. അവർ ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയാണ്, ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരുമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു കൈ കൊണ്ട് ഒരാൾ ഇടിച്ചത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ഭയങ്കര ഒരു ബഹുമാനം സ്നേഹമാണ്, അവർ അമ്മയെ പോലെ കാണുന്നു എല്ലാവരും. അത് നിങ്ങൾ ഭയങ്കര കേട്ടോ, അതിൽ ഞാൻ നമിച്ചു. ആ ഒരു നിമിഷം ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയത്. കാരണം ഞങ്ങൾ തല്ലാനായിട്ട് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കുറച്ച് സഹോദരിമാർ അവിടെ നിന്ന് ആ തെരുവിൽ നിന്ന് കുറച്ച് പേര് ഓടിച്ചെന്നു. കരിങ്കല്ലൊക്കെ എടുത്തോണ്ടാണ് ഞങ്ങൾ. അവനെ കൊന്നേനെ, ഞങ്ങൾ പിടിച്ചു മാറില്ലേ അവനെ കൊന്നേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് വന്നിട്ട് അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ അവരെ ചോര തിളച്ചു എന്ന് തന്നെ പറയാം. അത് ചോര തിളച്ച് ഓടിച്ചെന്നിട്ട് ഒരു കരിങ്കലൊക്കെ എടുത്ത് എന്താ പറഞ്ഞതെന്ന് കുറച്ച് നല്ല തെറിയൊക്കെ വിളിച്ച്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ സ്ത്രീകളോട് എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ വിടില്ല എന്ന് പറയും. അത് ഞാനൊരു കൈയിടി കൊടുത്തു. കാരണം വെച്ചാൽ അത് അങ്ങനെ വേണം. അത് കാരണം സമൂഹത്തിൽ നിങ്ങൾ എന്താ പറയുക കൊള്ളില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം, ഇവരുടെ മനസ്സ് ശുദ്ധമാണ്. ഇവർ അതിക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എതിർക്കും. അതായത് അതിക്രമങ്ങൾ, കാരണം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് രാത്രി എന്ന് പറഞ്ഞു. രാത്രി എന്ന ഷോർട്ട് ഫിലിമിൽ നമ്മുടെ ഒരു സുഹൃത്ത് പ്രദീപ് പേരൊക്കെ മാറ്റി. അപ്പോൾ പ്രദീപ് ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഞാൻ കയറി പിടിക്കുന്ന സീനാണ് രാത്രിയിൽ. അപ്പോൾ പ്രദീപ് എതിർക്കുന്ന സീനാണ്. പ്രദീപ് നീലാംബരി എതിർക്കുമ്പോൾ ഞാൻ പറയും നീ ആരാ എതിർക്കാൻ, ഓടി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയും അതിൽ ഇത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കുന്നുള്ള സീനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ്സ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഞങ്ങൾ മനുഷ്യരാണ്, ചോരയുള്ള മനുഷ്യരെന്ന് പറയും. നല്ലൊരു ഡയലോഗ്സ്. അത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് അഭിനന്ദിച്ചു പ്രദീപ് നീലാംബരി. അവാർഡൊക്കെ കിട്ടിയ കുട്ടിയാട്ടോ പ്രദീപ് നീലാംബരി. ഞങ്ങളൊക്കെ ഈ ഒരുങ്ങിയൊക്കെ അവിടെ പോകാറ്, ഇങ്ങനെയൊക്കെ ഉള്ള ഫംഗ്ഷനിൽ പോകാറ്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചില ഫാമിലീസ് ഒക്കെ വന്നിട്ട് നമ്മളെ കുട്ടികളെ അനുഗ്രഹം മേടിക്കുക, അവര് വാങ്ങിക്കുക. എനിക്ക് 500 രൂപ 1000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമില്ല, പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഞങ്ങള് ചേച്ചി ഒന്ന് അനുഗ്രഹിച്ചതാ, ഒന്ന് അനുഗ്രഹിച്ച് അവർ 50 രൂപ 100 രൂപ ഒക്കെ തരും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പൊ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെക്കാളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ലത് വരട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, അവസരങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടട്ടെ, രക്ഷപ്പെട്ടെ, നല്ല നല്ല അവസരങ്ങൾ വന്ന് രക്ഷപ്പെട്ടെ, ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന. അപ്പൊ അലിൻ ജോസ് പെരേരയും അഭിലാഷ് ആട്ട ഇതിനോടൊപ്പം അനു മാവേലിക്കര. ഓക്കെ, നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. ഇപ്പൊ നമ്മുടെ റീൽസും ഇതൊക്കെ കാണുമ്പോൾ പലരും നെഗറ്റീവ് കമന്റ് എഴുതും. അതൊന്നും കുഴപ്പമില്ല. കാരണം നെഗറ്റീവ് കമന്റ് എഴുതുന്നവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം പെങ്ങന്മാര് ഒരു ഫോട്ടോ ഇട്ടാലും അതിന്റെ താഴെ വന്നിട്ട് നീയൊക്കെ നെഗറ്റീവ് കമന്റ് എഴുതും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അവൻ്റെ അമ്മയായാലും പെങ്ങളായാലും ചിലപ്പോൾ അവൻ താഴെ കമന്റ് ഇട്ട് ചിരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ് എഴുതുന്നവർ. നല്ല കമന്റ് എഴുതുന്നവരും ഉണ്ട്, നല്ലവരും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിതാനുഭവം അറിയുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.